Hello designers, welcome back to uxuimania. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫ്രീലാൻസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ ഫ്രീലാൻസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലാണ് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഫ്രീലാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യത്തിൽ കുറേ കാര്യങ്ങൾ മുൻകൂറായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുന്നാലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക, അതിനുവേണ്ടി കുറച്ച് റിസർച്ച് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ നോളജുകൾ കരസ്ഥമാക്കിയിട്ട് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് അവിടെ ശോഭിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഫ്രീലാൻസിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ഡിസൈനേഴ്സിന്റെ മുമ്പിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഫൈവർ അല്ലെങ്കിൽ അപ്വർക്സ് അല്ലെങ്കിൽ freelance.com ഇങ്ങനെ കുറച്ച് വെബ്സൈറ്റുകളാണ്. പിന്നെ കുറച്ച് ആൾക്കാരാണ് നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഡ്രിബിളിനെയും ബിഹാൻസിനെയൊക്കെ ആശ്രയിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത് ഈ ലോകത്തെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സ്കോപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് നല്ലപോലെ നമ്മുടെ ടൈമാണ് ഫ്രീലാൻസിംഗിൽ നമ്മൾ ടൈം തീരുമാനിക്കുന്നത്. എപ്പോൾ വർക്ക് ചെയ്യണം, എത്രമാത്രം വർക്ക് ചെയ്യണം, കുറച്ച് വർക്ക് ചെയ്യണമോ, കൂടുതൽ സമ്പാദിക്കണമോ, ഇതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈനിങ് ടാലന്റ് ഉള്ളവരാണ്, അത്യാവശ്യം ഡിസൈൻ ടൂൾസുകളൊക്കെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റു കമ്പനികളിൽ ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾക്ക് ശമ്പളം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം ഡീമോട്ടിവേറ്റ് ആകാതെ ഫ്രീലാൻസിംഗിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് ഒരു മികച്ച ഫ്രീലാൻസർ ആകാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ നമ്മുടെ കഴിവുകളെ മറ്റു കമ്പനികൾക്ക് മുമ്പിൽ കുറച്ച് കാണിച്ചുകൊണ്ട് കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നതിലല്ല കാര്യം. മറിച്ച് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് എടുക്കുന്നോ അതിന് ആനുപാതികമായ രീതിയിൽ നമുക്ക് നമ്മുടെ കരിയറും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും വളർത്തിയെടുക്കാനും കൂടെ കഴിയുക എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ എനിവേ ഫ്രീലാൻസിങ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി നോളജ് കരസ്ഥമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അതിമനോഹരമായ ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, milo.co വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീലാൻസേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീലാൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നിങ്ങൾ ക്ലയൻസിനെ കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് ഫ്രീലാൻസ് ജോബ് കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് ഒരു ഇൻവോയ്സ് സെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്ലയന്റിനെ ഡീൽ ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള ഒരു മികച്ച വെബ്സൈറ്റ് ആണ് മിലോ എന്ന് പറയുന്നത്. കേരളത്തിൽ പല ആൾക്കാരും ഈ ഒരു വെബ്സൈറ്റ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പല ആൾക്കാരും നമ്മൾ ഫ്രീലാൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാം തന്നെ അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ പെട്ടെന്ന് ഓടിയെത്തുന്നത് ഫൈവർ അല്ലെങ്കിൽ അപ്വർക്സ് ഇങ്ങനെയൊക്കെയുള്ള കുറേ വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, കുറച്ച് നാൾ വർക്കിന് വേണ്ടി ശ്രമിക്കുക, കുറെ നാൾ വർക്ക് കിട്ടാതിരിക്കുമ്പോൾ അത് കളയുക, മറ്റെന്തെങ്കിലും ജോലിക്ക് പോവുക. ഇങ്ങനെ ഒരു പഴയ ഒരു പരമ്പരാഗത രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി പിടിച്ചുകൊണ്ട് നമുക്കൊരു മികച്ച ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫ്രീലാൻസർ ആകണമെങ്കിൽ ഇതുപോലെ മികച്ച ഒരു വെബ്സൈറ്റ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീലാൻസിങ് ജോബിൽ നിങ്ങൾക്ക് എങ്ങനെ ക്ലയൻസിനെ കണ്ടെത്താം, എങ്ങനെയാണ് അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടത്, ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നല്ല ആർട്ടിക്കിൾസുകളും ഒരുപാട് നോളജും നമുക്ക് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇതിന്റെ ടോപ്പിലോട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഈ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്, അവയെ ഓരോന്നും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ ഫ്രീലാൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട നോളജുകൾ മാത്രം. അതും എല്ലാ അർത്ഥത്തിലും ഡിസൈനേഴ്സിന് പ്രത്യേകിച്ചും എല്ലാ അർത്ഥത്തിലും നമ്മളൊരു ക്ലയന്റിനെ കണ്ടെത്തി അതിലെ വർക്ക് പിടിച്ച് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് ഇൻവോയ്സ് അയച്ച് എങ്ങനെ പേയ്മെന്റ് ഉണ്ടാക്കാം, ആ ക്ലയന്റുമായിട്ട് എങ്ങനെ റിലേഷൻ കീപ്പ് ചെയ്യാം, എങ്ങനെ ഫ്യൂച്ചറിൽ അവരുമായിട്ട് കൂടുതൽ വർക്കുകൾ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് വേണം നമ്മളൊരു മികച്ച ഫ്രീലാൻസർ ആയിട്ട് രംഗത്തേക്ക് വരാൻ. അല്ലാതെ ജസ്റ്റ് ഒരു freelancer.comലോ അല്ലെങ്കിൽ ഫൈവറിലോ ഒരു അക്കൗണ്ട് എടുത്തതുകൊണ്ട് നമ്മളൊരു ഫ്രീലാൻസർ ആകില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഒരു പോഡ്കാസ്റ്റിംഗ് ഉണ്ട്. പോഡ്കാസ്റ്റിങ്ങിലൂടെയും ഒരുപാട് നല്ല ഓഡിയോ ക്ലിപ്പുകൾ തന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിവേ ഇവിടെ നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു സെർച്ച് ബാർ കാണാം. ഇവിടെ ആയിട്ട് കുറച്ച് സാമ്പിൾസുകൾ നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്യാന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഗെറ്റ് ഫ്രീലാൻസ് ക്ലയൻസ്, ഫ്രീലാൻസ് ജോബ്സ്, സെൻഡ് ആൻഡ് ഇൻവോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ടെക്സ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർലി ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ എനിവേ ഞാൻ ഗെറ്റ് ഫ്രീലാൻസ് ക്ലയൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് milo.co തന്നെ പുറത്തിറക്കിയ അതിമനോഹരമായിട്ടുള്ള വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന നല്ല കുറേ ആർട്ടിക്കിൾസുകൾ ഇവിടെ കാണാം.
അപ്പോൾ ഇത് നിങ്ങൾ ടൈം എടുത്ത് കൊണ്ടുവേണം ഈ ഒരു വെബ്സൈറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു പഠന രീതിയായിട്ട് തന്നെ എടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള നല്ല ആർട്ടിക്കിൾസുകളിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് അതൊരു ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം വേണം നിങ്ങളൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫ്രീലാൻസർ ഒരു ജോലിയിലേക്ക് നിങ്ങൾ ഇറങ്ങി പറ്റാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷമാണ് നമ്മൾ കുറച്ച് സൈറ്റുകളിൽ കയറി ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗെറ്റ് ഫ്രീലാൻസ് ക്ലയൻസ് എന്ന് പറയുന്ന ഈ ഒരു സെർച്ചിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് ഇതെല്ലാം തന്നെ നമ്മൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഒരുപാട് നോളജ് നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനിവേ ആദ്യത്തെ തന്നെ ഞാനൊരു പോസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ടു ഗെറ്റ് ഫ്രീലാൻസ് ക്ലയൻസ് 7 ഐഡിയാസ് ദാറ്റ് വർക്ക് ഇൻ 2021 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്നത്. ഈ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഫ്രീലാൻസിങ് ജോബ് ചൂസ് ചെയ്യുമ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ പല സബ് ലിങ്ക്സുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം ഹെൽപ്ഫുൾ ആണ്. എല്ലാം നമുക്ക് വളരെ വർത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊരു ക്ലിക്ക് ചെയ്തിരുന്നു. ഇപ്പം അതിൽ 9 ടോപ്പ് ഫ്രീലാൻസ് ജോബ് സൈറ്റ്സ് ടു ഗെറ്റ് ക്ലയൻസ് ഇൻ 2021 എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കണ്ടു. അതിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ സാധാരണ കാണുന്ന അല്ലെങ്കിൽ സാധാരണ ശ്രദ്ധിക്കുന്ന വെബ്സൈറ്റുകൾ മാത്രമാണ് ഈ ലോകത്തുള്ള ഫ്രീലാൻസിങ് സൈറ്റുകൾ എന്ന് ചിന്തിക്കരുത്. അതിലുപരി ഒരുപാട് സൈറ്റുകളുണ്ട്. ഓരോ സൈറ്റിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് എത്രമാത്രം ഇപ്പോൾ മാർക്കറ്റിൽ വളരെ ഫേമസ് ആണ് എന്നൊക്കെ അവർ വളരെ റിസർച്ച് ചെയ്താണ് ഇവിടെ ആർട്ടിക്കിൾസുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ അപ്വർക്സ് ആണ് നിൽക്കുന്നത്. അപ്വർക്സിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്, അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്, ഫീ എങ്ങനെയാണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അന്ന് ഓരോന്നിന്റെയും ഒരു പെർസെന്റേജ് ലെവലിൽ അവർ നമ്മളെ കാണിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ 2ാം സ്ഥാനത്ത് ഫൈവർ നിൽക്കുന്നു. അതുപോലെ തന്നെ 3ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിഡ് ഗിഗ്സ്, അതൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്യാത്ത വെബ്സൈറ്റുകളാണ്. സോളിഡ് ഗിഗ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്ലെക്സ് ജോബ്സുകൾ, അതുപോലെ ഒരുപാട് ജോബ്സുകളുടെ നല്ല പ്രൊഫഷണൽ വെബ്സൈറ്റുകളുടെ ലിസ്റ്റും അതിന്റെ ഫുൾ ഡീറ്റെയിൽസുകളാണ് ഇവിടെ തരുന്നത്. അതിൽ പല വെബ്സൈറ്റുകളും നമ്മുടെ കേരളത്തിൽ നിന്നും പല ആൾക്കാരും എക്സ്പ്ലോർ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾ ജസ്റ്റ് 1-2 ഫ്രീലാൻസിങ് വെബ്സൈറ്റുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതുപോലുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ കാണുക, അത് പഠിക്കുക, അതിൽ ഓരോന്നിന്റെ അതിന്റെ സ്കോപ്പുകൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള വളരെ ഹൈലി ഫ്രീലാൻസിങ് ജോബിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറെ കോണ്ടന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ കുറച്ച് സമയം ഡെയിലി കണ്ടെത്തി ആദ്യം വായിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ്. അല്ലാതെ ജസ്റ്റ് ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് വർക്കുകൾ മാത്രം പിടിച്ച് വളരെ ഒരു ലോക്കൽ ലെവലിലുള്ള പേയ്മെന്റുകൾ മേടിച്ച് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ വേസ്റ്റ് ആക്കാതെ ഇതുപോലുള്ള ഹൈ ലെവൽ ഇന്റർനാഷണൽ സൈറ്റുകളിൽ കയറി അവരുടെ പ്ലാറ്റ്ഫോമിനെ പഠിച്ചുകൊണ്ട് നമ്മൾ മികച്ച വർക്കുകൾക്ക് വേണ്ടി ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഡിസൈനേഴ്സ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം നല്ലപോലെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ കേരളത്തിലെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ഒന്നുകൂടെ പറയാനുള്ളത്, നിങ്ങൾ പലപ്പോഴും ഈ ലാംഗ്വേജ് ലെവലിൽ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പരിജ്ഞാന പ്രശ്നം കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പല സ്ഥാപനങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാരണത്തിലാണ് പല വെബ്സൈറ്റുകളും അവർ എക്സ്പ്ലോർ ചെയ്യാത്തത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കഴിവുകളാണെന്ന് മനസ്സിലാക്കുക. ഇതിലൊന്നും വളരെ ഹൈ ലെവൽ ഒരു നോളജോ ഇംഗ്ലീഷ് നോളജോ ഒന്നും വേണ്ട. നമുക്ക് ആവശ്യമുള്ള ബേസിക് നോളജ് വെച്ച് തന്നെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് നിരന്തരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. നിങ്ങൾക്ക് വെസ്റ്റേൺ ക്ലയൻസുകൾക്ക് മെയിൽ അയക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെയുള്ള നോളജ് ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിച്ചു വരും. അതൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് ചിന്തിക്കുന്നു അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെയും കൂടെ ഒരു തെളിവാണ്. ഓക്കെ, അതുപോലെ തന്നെ പീപ്പിൾ പെർ അവർ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രീലാൻസിങ് സൈറ്റ് ആണ്. ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഡിസൈനേഴ്സ് അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഹ്യൂജ് നോളജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു milo.co എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് ടോപ്പിലോട്ട് നിങ്ങൾക്ക് വന്നാൽ ഒരു ലിങ്ക് കാണാം, അതായത് ഫൈൻഡ് ഗിഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മറ്റൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യും. അതാണ് സോളിഡ് ഗിഗ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഈ സോളിഡ് ഗിഗ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ചുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് ഒരു 30 ഡേയ്സ് ട്രയലിന് ജസ്റ്റ് $2 ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് $2 വെച്ചുകൊണ്ട് ഒരു ട്രയൽ ആദ്യം ഒന്ന് റൺ ചെയ്ത് നോക്കാം. $2 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ നമ്മൾ റുപ്പീസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അതുപോലെ തന്നെ ഈ ഒരു അവസരം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ചില കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയും കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യൂ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് നമ്മൾ ഒരുപാട് ഡിസൈനേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ആ ഒരു തോട്ട് വളരെ നല്ലൊരു ശീലമല്ല.
ചില കാര്യങ്ങൾ നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ട് നേടിയെടുക്കണമെങ്കിൽ പൈസ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ അതെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് $2 കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മാസത്തെ ഒരു ട്രയൽ റൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിലുള്ള ഗിഗ്സുകൾ, അതായത് നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് അവർ നമ്മുടെ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്ത് തരും. ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് മെയിലായിട്ട് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമിലും പോയി എപ്പോഴും കിടന്ന് ഓരോ ജോലികൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് സമയം കളയണ്ട. നമ്മൾ കൊടുക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഡിസൈനർ പ്രൊഫൈലിലുള്ള ആണെങ്കിൽ ഡിസൈനേഴ്സിന് ആവശ്യമായിട്ടുള്ള ഗിഗ്സുകൾ എവിടെയെങ്കിലും വർക്കുകൾ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ നോട്ടിഫൈ ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ ഹൈലി ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പല ആൾക്കാരും ഇതിലേക്കൊക്കെ ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഇത്തരത്തിലുള്ള വർക്കുകൾ എവിടെ വന്നാലും അപ്പോഴേ അതിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ആ ക്ലയന്റുമായിട്ട് ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ തരുന്ന വർക്ക് മാക്സിമം ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ആ ക്വാളിറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷനും അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിലേഷനാണ് പിന്നീട് ആ ഒരു ക്ലയന്റുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കാനും തുടർന്ന് അവരെ തന്നെ നമുക്ക് വർക്ക് കിട്ടാനും അവരുമായിട്ടൊക്കെ നമുക്ക് നല്ലൊരു ടേംസ് ഉണ്ടാക്കാനും സഹായിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ ഫ്രീലാൻസിങ് എന്താണെന്നും ഇതിനാവശ്യമായ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്നും ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ലോക്കൽ വർക്കുകളിൽ നിന്ന് നിങ്ങൾ വർക്കുകൾ കുറച്ചും കൂടെ ഇന്റർനാഷണൽ വൽക്കരിക്കാൻ കൂടെ പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങളുടെ വർക്ക് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ തന്നെ സഹായിക്കുന്ന രീതിയിൽ നല്ലപോലെ നമ്മളെ വളർത്താൻ സഹായിക്കുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ milo.co എന്ന് പറയുന്ന വെബ്സൈറ്റ് നല്ലപോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസൈനേഴ്സിനെ എത്ര തരത്തിൽ നമുക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യാം, അതുവരെ എങ്ങനെയൊക്കെ രീതിയിൽ അവർക്ക് വർക്ക് ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ അവർക്ക് മാക്സിമം ജോലി ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും അടുത്ത ഒരു പടിയെങ്കിലും മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് മാത്രമാണ് നമുക്കിടയിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ഡിസൈനിങ് പശ്ചാത്തലമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ദയവ് ചെയ്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് കേരളത്തിൽ ഈ ഒരു മലയാളം ചാനൽ എന്ന നിലയിൽ കേരളത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലുള്ള മറ്റുള്ള ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഈ കണ്ടന്റുകൾ ചിലപ്പോൾ ഹെൽപ്പ് ആയേക്കാം. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിസൈനേഴ്സിന്റെ നല്ലൊരു കമ്മ്യൂണിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യാം. മറ്റുള്ളവർക്കും അത് വളരെയേറെ ഹെൽപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കാം എപ്പോഴും. ഓക്കെ, അപ്പോൾ ഓക്കെ, എനിവേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye guys.